ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അനുശ്രീ ദേവമംഗലത്ത് മടങ്ങിയെത്തിയെങ്കിലും ബാലനും ഗോമതിയും ഇപ്പോഴും തൃപ്തരല്ല. തൻ്റെ മകളോട് അത്രയേറെ അനീതി ചെയ്ത അലോകിനെ വെറുതെ വിടരുതെന്ന് തന്നെയാണ് അവരുടെ തീരുമാനം. അപ്പം രാത്രിയിൽ രണ്ടുപേരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ബാലേട്ട, അലോക് അവൻ എത്ര ദ്രോഹമാണ് നമ്മുടെ മകളോട് ചെയ്തത്. കല്യാണത്തലേന്ന് ഭീഷണിപ്പെടുത്തി അവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുക, അവളെ ഒരു രാത്രി മുഴുവനും കെട്ടിയിടുക, ഇതെവിടുത്തെ ന്യായവാ എന്ന് ചോദിക്കുക. നമ്മുടെ മോള് എന്തുമാത്രം അനുഭവിച്ചു. ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ നമ്മളെല്ലാം ഉപേക്ഷിച്ച് അവനൊപ്പം അവൾക്ക് പോകേണ്ടി വന്നത് എന്ന് പറയാം. അപ്പോൾ ഗോമതിയോട് ബാലനും ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഞാനും ചിന്തിച്ചതാ. അവനെ വെറുതെ വിടരുതെന്ന് തന്നെയാ ഞാനും ആഗ്രഹിക്കുന്നത്. അനുമോള് ഒരു പരാതി കൊടുക്കണം, അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. അവളോട് അത്രയേറെ തെറ്റ് ചെയ്താൽ അവന് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്ന് പറയാം. അപ്പോൾ ഗോമതി ചോദിക്കും, പരാതിപ്പെടുകയോ എന്ന് ചോദിക്കുക. എന്താ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ബാലനപ്പ ചോദിക്കുക. ഏയ്, എന്തു ബുദ്ധിമുട്ട്? എല്ലാ തവണയും അവൻ ചെയ്യുന്ന എല്ലാ അനീതികളും ഞാൻ സഹിക്കുന്നതാ. പക്ഷെ ഇതങ്ങനെയല്ല. എൻ്റെ മകളെ വെച്ചിട്ടാ അവൻ കളിച്ചത്. അതൊരിക്കലും ഞാൻ ക്ഷമിക്കില്ല അവൻ. അതുകൊണ്ട് ബാലേട്ടൻ പറയുന്നത് എന്തും ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് ഗോമതിയും പറയാൻ കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ അനുവിനോട് എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പം വീട്ടിലെല്ലാവർക്കും അത് സമ്മതം തന്നെയാണ്. കാരണം അലോക് അത്രയ്ക്കും മോശം പ്രവൃത്തിയാണ് നമ്മുടെ അനുവിനോട് ചെയ്തത്. പക്ഷെ അനുവിന് നല്ല പേടിയുണ്ട്. ഇതൊക്കെ വേണോ എന്ന് ചോദിക്കുക. അവനോടൊപ്പം ഞാനും എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ പോയത്. അവനെ ഞാൻ അവിടെ വെച്ച് ഒരുപാട് ദ്രോഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഒരു പരാതിയുടെ ആവശ്യമുണ്ടോ എന്ന് അനു ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പം ആര്യനും ആകാശും ഒക്കെ പറയും, അനുമോളെ, നീ ഇത് ആരെയാ പേടിക്കുന്നത്? നിനക്ക് ചുറ്റും നിന്റെ ഏട്ടന്മാരും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. നിന്നോട് അവൻ ചെയ്തതിന് അവന് ശിക്ഷയ്ക്ക് നൽകുക തന്നെ വേണം. നമ്മുടെ അമ്മയെ അവൻ കൊല്ലാൻ നോക്കിയപ്പോൾ പോലും നമ്മൾ അവനെ വെറുതെ വിട്ടു. അതാ നമ്മൾ ചെയ്ത തെറ്റ് എന്ന് പറയാം. ഓരോ തവണയും ഈ കുടുംബത്തുള്ളവരെ അവൻ ദ്രോഹിക്കുന്നത് ക്ഷമിക്കും. അതുകൊണ്ടാണ് അവനിപ്പോൾ വീണ്ടും വീണ്ടും ഈ കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് തീർത്ത് പറയാൻ കേട്ടോ. സമയം അങ്ങനെ നമ്മുടെ അനുവിനെയും കൂട്ടിക്കൊണ്ട് ബാലനും ഗോമതിയും കൂടിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പം അനുവിന് നല്ല പേടിയുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തായി തീരും എന്നുള്ളൊരു പേടി. പരാതി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ള ചിന്തയൊക്കെ നമ്മുടെ അനുശ്രീയുടെ മനസ്സിലുണ്ട്. അച്ഛനും അമ്മയും കൂടെയുള്ള ധൈര്യത്തിലാണ് അനു ഇതിന് തയ്യാറായത് തന്നെ. അങ്ങനെ ബാലൻ പറഞ്ഞതുപോലെ അനുശ്രീ തന്നെ കല്യാണത്തലേന്ന് ഭീഷണിപ്പെടുത്തി കിഡ്നാപ്പ് ചെയ്തത് എന്നുള്ള നിലയിൽ അലോകിനെതിരെ പരാതി കൊടുക്കുകയാണ്. ആ പരാതി കിട്ടിയ ഉടനെ തന്നെ പോലീസുകാരൻ കൃഷ്ണമംഗലത്തേക്ക് നേരെ ചെല്ലുക. ആ സമയത്ത് അച്യുതനും വീട്ടിലുണ്ട് കേട്ടോ. സാറെന്താ ഇവിടെ എന്ന് അച്യുതൻ ചോദിക്കാം. തൻ്റെ മകൻ അലോകിനെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, അവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നതാ എന്ന് പോലീസുകാർ പറയാം. എൻ്റെ മകനെതിരെ പരാതിയോ? അതിനിവിടെ അവനെതിരെ ആരാ പരാതി നൽകിയത് എന്ന് ചോദിക്കാൻ ഒരു അനുശ്രീ ആ കുട്ടിയെ പരാതിപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുക. അനുശ്രീ എന്തു പരാതിയാണ് നൽകിയത് എന്ന് അച്യുതൻ ചോദിക്കുകയാണ്. കല്യാണത്തലേന്ന് ഭീഷണിപ്പെടുത്തി ആ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തു എന്ന ഇവനെതിരെ കിട്ടിയിരിക്കുന്ന പരാതി. അതുകൊണ്ട് ഇവനെ എനിക്ക് പിടിച്ചുകൊണ്ട് പോയേ പറ്റൂ എന്ന് പോലീസുകാരൻ പറയാൻ കേട്ടോ. അതൊക്കെ പച്ച കള്ളവ സാറേ, അതൊക്കെ കള്ളക്കഥകളാ. ഞങ്ങളോടുള്ള വൈരാഗ്യം തീർക്കാൻ ആ ബാലനും ഭാര്യയും കൂടി കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥകളാ എന്ന് പറയാണ്. ഒരു പെൺകുട്ടി വെറുതെ ഒരു പരാതി നൽകുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരൊന്നും അല്ല ഞങ്ങൾ എന്ന് പോലീസുകാരും പറയാം. ഇവനെ ഞങ്ങൾക്ക് വിളിച്ചോണ്ട് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് അലോകിനെ പിടിച്ചോണ്ട് പോകാനായിട്ട് തുടങ്ങുമ്പം അലോകാണെങ്കിൽ നന്നായിട്ട് ഭയന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഓടി പോകാനായിട്ട് നോക്കൂട്ടോ പോലീസുകാരുടെ പിടിയിൽ നിന്ന്. പക്ഷെ പോലീസുകാർ അലോകിനെ പിടിച്ചോണ്ട് പോകാനായിട്ട് മുഴുതിരുക തന്നെ ചെയ്യും. ഇത് കാണുന്ന രാജശ്രീ നെഞ്ചത്തടിച്ച് കരയാണ്. എൻ്റെ മോനെ വീട്, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. ദേവമംഗലത്തുള്ളവര് മനഃപൂർവ്വം എൻ്റെ മോനെതിരെ കള്ളക്കേസ് കൊടുക്കിയതാ എന്നും പറഞ്ഞ് ബഹളം വെക്കാണ്. അപ്പം അച്യുതന് നല്ല ദേഷ്യം വരികയാണ്. സാർ, എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്യുതനും എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. സാർ, എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതൊരു കള്ളക്കേസ് മാത്രമാണ്. സാറിന് ഇനി അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയേ മതിയാകുമെന്നാണെങ്കിൽ ഞാൻ തന്നെ അവനെ കൊണ്ടുവരാം എന്ന് പറയാം. അതിനല്ലല്ലോ ഞങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വന്നത്. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അവനുമായിട്ട് പോകാൻ ഞങ്ങൾക്കറിയാം എന്ന് പോലീസുകാരും മറുപടി നൽകുവാണ് കേട്ടോ അച്യുതനോട്. എന്ത് ചെയ്യണമെന്നറിയാതെ അച്യുതൻ നിൽക്കുകയാണ്. അങ്ങനെ അലോകിനെയായിട്ട് പോലീസുകാർ കൃഷ്ണമംഗലത്ത് നിന്നും പുറത്തേക്ക് പോകുന്നത് നോക്കി ദേവമംഗലത്ത് നമ്മുടെ ബാലനും ഗോമതിയും അനുവും ഒക്കെ നിൽക്കുന്നുണ്ട്. ആ കാഴ്ച കാണുന്ന അനുവിന് നല്ല ഭയം തോന്നുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് അച്യുതൻ ബാലന് നേരെ തിരിയാണ്. എടാ ബാല, എൻ്റെ മകനോട് ഇത്രയും വലിയ ദ്രോഹം ചെയ്ത തന്നെ ഞാൻ വെറുതെ വിടില്ലടോ എന്ന് പറയാണ്. ഇതിനുള്ള ശിക്ഷ തനിക്ക് തന്നില്ലെങ്കിൽ ഞാനേ അവൻ്റെ അച്ഛനല്ല പിന്നെ എന്ന് പറയാണ് കേട്ടോ. അത്രയേറെ ദേഷ്യത്തോടു കൂടിയാണ് പറയുന്നത്. അവനോട് എത്ര ദ്രോഹങ്ങൾ നീ ചെയ്തിട്ടുണ്ട് എന്ന് അനുശ്രീയോടും അച്യുതൻ ചോദിക്കുകയാണ്. അവനെ കൊല്ലാൻ പോലും നീ നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അവൻ്റെ
അവൻ്റെ തലയിൽ സാമ്പാർ ഒഴിച്ചും അവനിട്ട് അടി കൊടുത്തും അവനെ എത്രമാത്രം നീ ഉപദ്രവിച്ചിട്ടുണ്ട്, അതൊക്കെ മറന്നുകൊണ്ട് നീ അവനെതിരെ പരാതിപ്പെടാൻ നിനക്ക് എന്ത് അർഹതയാടി ഉള്ളത് എന്ന് അനുശ്രീയോടും അച്യുതൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. രാജശ്രീയും അനുവിനോട് ഒരുപാട് ശാപവാക്കുകളൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മകൻ്റെ പിന്നാലെ കൂടി ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്ന് ഇവിടെ ഞങ്ങളുടെ മരുമകളാണെന്നും പറഞ്ഞ് താമസിച്ചതും പോരാ, അവനെ ഒരുപാട് ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു. ഇപ്പം നീ അവനെതിരെ ഒരു കള്ളക്കേസും കൊടുക്കി. എൻ്റെ മകൻ്റെ ജീവിതം വെച്ചാ നീ കളിച്ചിരിക്കുന്നത്, ഇതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കൂടി എന്നും പറഞ്ഞ് അവിടെ നിന്ന് പ്രാഗുകയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും ആകെ തകർന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അനുശ്രീ. അപ്പം അനുശ്രീ അവിടെ നിന്ന് കരയാം. അനുശ്രീയുടെ അവസ്ഥ കാണുമ്പം ഗോമതി ചേർത്ത് നിർത്തും. മോൾ എന്തിനെങ്ങനെ സങ്കടപ്പെടുന്നത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ നിന്നോട് ചെയ്ത ദ്രോഹത്തിനുള്ള ശിക്ഷയാ അവന് കിട്ടിയത്. നീ പരാതിപ്പെട്ടതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് ഗോമതി അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. ഇതേ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ അച്യുതൻ നിൽക്കുക. നേരെ പോലീസ് ജീപ്പിന് പിന്നാലെ അയാളും പോവാണേ. അപ്പൊ രാജശ്രീ ഇന്ദിരാമ്മയുടെ അടുത്തേക്ക് ചെല്ലാണ്. അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായോ ദേവമംഗലത്തുള്ളവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന്? എൻ്റെ മകൻ തകർന്നു കാണണം, അതിനുവേണ്ടിയാ അവർ ഇത്തരത്തിലൊരു കള്ളക്കേസ് കൊടുത്തത് എന്ന് പറയാം. അപ്പൊ ഇന്ദിരാമ്മ പറയും, കള്ളക്കേസ് അല്ലല്ലോ, അനുശ്രീയെ തട്ടിക്കൊണ്ടുപോയത് അലോക് തന്നല്ലേ എന്ന് ചോദിക്കുക. എന്നും കരുതി അത് സത്യമാണെന്ന് എന്താ ഇത്ര ഉറപ്പ് എന്ന് രാജശ്രീ പറയാ. എല്ലാം ആ ദേവമംഗലത്ത് ബാലനും ഗോമതിയും ആ പെണ്ണ് അനുശ്രീയും കൂടി ചേർന്ന് ഉണ്ടാക്കിയ കള്ളക്കഥ തന്നെയാ. എൻ്റെ മോൻ്റെ ഭാവി വെച്ചാ അവർ കളിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ കയറി എന്നറിഞ്ഞാൽ എൻ്റെ മകൻ്റെ ജീവിതം പിന്നെ എന്താകും എന്നൊക്കെ പറയാണ്. അമ്മയുടെ മോള് ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ ഇന്ദിരാമയുടെ രാജശ്രീ പദം പറഞ്ഞ് കരയാണ് കേട്ടോ. അപ്പം അലോകിനെ പോലീസ് കൊണ്ടുപോയതിൽ നമ്മുടെ ഇന്ദിരാമയ്ക്കും നല്ല സങ്കടമുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇന്ദിരാമയും ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം ദേവമംഗലത്ത് നമ്മുടെ ബാലനും ഗോമതിക്കും നല്ല സന്തോഷം തന്നെയാണ്. അവർക്ക് മാത്രമല്ല വീട്ടിലെല്ലാവർക്കും സന്തോഷമാണ്. നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, അങ്ങനെ തന്നെ വേണം, അവൻ്റെ അഹങ്കാരം ഇനിയെങ്കിലും ഒന്ന് തീർന്നു കിട്ടണം. എങ്ങനെയൊക്കെ നമ്മുടെ അനുവിനെ അവൻ ടോർച്ചർ ചെയ്തിട്ടുണ്ട്, നമ്മളൊന്നും ചെയ്യില്ലെന്നുള്ള അവൻ്റെ വിശ്വാസത്തിന്മേൽ കിട്ടിയിരിക്കുന്ന ആദ്യത്തെ അടിയാ ഇത് എന്ന് പറയാം. അപ്പോൾ എല്ലാവരും ഓരോന്നൊക്കെ പറയുമ്പോഴും അനുശ്രീയാകെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ. പോലീസിനെ കൊണ്ട് അലോകിനെ പിടിപ്പിച്ചത് തെറ്റായി പോയോ എന്നൊക്കെയുള്ള ചിന്തകൾ അനുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. രാജശ്രീയുടെയും അച്യുതൻ്റെയും ഒക്കെ വാക്കുകൾ കേട്ട അനുവിന് ആകെ വിഷമം തോന്നുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. പക്ഷെ അനുവിനെ ചുറ്റും നിന്ന് എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.